യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 14-ാമത്തെ ദിവസമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ പ്രത്യേകം പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് എഴുതി ലഭിച്ച കത്തിലൂടെയും വരുന്ന ഫോൺ കോളിലൂടെയും വരുന്ന മെസ്സേജിലൂടെയൊക്കെയും അങ്ങ് ഞങ്ങൾക്കത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ഈ പ്രാർത്ഥന ഇത്രയും ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു അനുഗ്രഹമായത്? ദൈവം നട്ടതുകൊണ്ട്, ദൈവം നൽകിയ നിയോഗമുള്ളതുകൊണ്ട്, ദൈവം നൽകിയ വലിയൊരു സ്നേഹം അതിനകത്തുള്ളതുകൊണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ 13-14 ദിവസം മുടങ്ങാതെ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് അവരുടെ മക്കൾ, കൊച്ചുമക്കൾ എന്നിവർക്ക് വേണ്ടി. ഈ അൾത്താരയുടെ സമീപം ഇരിക്കുന്നത് ഏകദേശം എണ്ണി നോക്കിയപ്പോൾ 25,000 അധികം പേപ്പറുകളുണ്ട്. അതിനകത്ത് 1, 2, 3, 4 ഫോട്ടോ വച്ച് വരെ അയച്ചവരുണ്ട്. അങ്ങനെ ഏകദേശം 50,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ പേരുകൾ, നിയോഗങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 15 ദിവസം കഴിയുമ്പോൾ എടുത്തു മാറ്റില്ല. ഈ മാസവും അടുത്ത മാസവും ഈ സ്ഥലത്ത് തന്നെ വച്ച് ഇവിടെ വരുന്ന എല്ലാവരെ കൊണ്ടും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പിക്കും. അത്രയും പ്രതീക്ഷയോടെ ഓരോ എഴുത്തും ഇവിടെ അയച്ചതെന്ന് ആ എഴുത്തൊക്കെ കുറേയൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലാകും. അത് വെറും എഴുത്തുകളല്ല, അതൊരുപാട് പേരുടെ ഹൃദയമാണ്, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. വെറുതെ ഒരു പേപ്പർ കിട്ടി എഴുതിയതല്ല, എന്തേലും തുന്നിക്കെട്ടി പശവ് ചൊട്ടിച്ച് വിട്ടതുമല്ല. അതിനകത്ത് ഒത്തിരി ജീവിതമുണ്ട്. ഈ അൾത്താരയിലുണ്ട്. ഇവിടെ വരുന്നവർക്കത് കാണാം, ഇവിടെ വന്നവർക്കിത് കാണാൻ പറ്റും ഇതെവിടെയായിരിക്കുന്നതെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ ആലയത്തിലേക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുടെ പേരുകൾ, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ഓർക്കുന്നവർ, അവരെല്ലാം ഞങ്ങൾ ഗൗരവമായി വളരെ പ്രാധാന്യത്തോടെ യേശുവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ, അവരെ സാക്ഷികളാക്കണമേ, അവരെ അനുഗ്രഹിച്ചുയർത്തണമേ. അവർ വീടിനൊരു അനുഗ്രഹമായി മാറണമേ. നല്ലൊരു നാളേക്കായി അവരെ ഒരുക്കണമേ. ഒരാളും തകർന്നു പോകല്ല്, ഒരാളും വഴിതെറ്റിപ്പോകല്ല്, ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്. അതിനായി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല ഇൻറ്റൻഷനോടെയാണ്, നല്ലൊരു നിയോഗത്തോടെയാണ്. നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയുടെ, ദൈവവചനം കേൾവിയുടെ, ആരാധനയുടെ യാഗപീഠം, ബലിപീഠം പണിയണം. ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. നമ്മുടെ ഭവനത്തിൽ വേണ്ടാത്തതൊന്നും പറഞ്ഞ്, ആവശ്യമില്ലാത്തത് പറഞ്ഞ്, കൂട്ടമായിരുന്ന് ചിരിച്ച്, പരിഹസിച്ച്, കളിയാക്കി, കുറ്റം വിധിച്ച് സമയം കളയല്. അത് നമ്മുടെ ഭവനത്തിൻ്റെ നന്മയെ ഇല്ലാതാക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തെ മായ്ച്ചു കളയും. പ്രാർത്ഥനയുടെ യാഗപീഠം പണിയാൻ തയ്യാറായാൽ, ആരാധനയുടെ യാഗപീഠം പണിയാൻ തയ്യാറായാൽ, കല്ലും മണ്ണും സിമെൻറ്റും കൊണ്ട് ഒരെണ്ണം പണിയണമെന്നൊന്നും അല്ല കേട്ടോ. നല്ല മനസ്സുകൊണ്ട് ആഗ്രഹത്തോടെ പണിയാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും.
നിങ്ങളുടെ മക്കൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇത് സത്യമാണ്. ബൈബിളിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രാഹത്തെ കാണാൻ പറ്റും. 22 അധ്യായം 9 വാക്യം. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. എവിടെയേലും അല്ല, ദൈവം പറഞ്ഞ സ്ഥലത്ത് ഒരു ബലിപീഠം പണിതു. ബലിപീഠം പണിയുന്നത് ആര് കണ്ടു? മകനായ ഇസ്ഹാക്ക് കണ്ടു. ആരാധനയ്ക്ക് പോകുന്ന പിതാവിനെ മകൻ ഇസ്ഹാക്കിന് അറിയാം. ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് മകനറിയാം. എങ്ങനെ മനസ്സിലായി? 7 വാക്യം, 22 വാക്യം. ഇസ്ഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. അപ്പോൾ പിതാവ്, എന്താ മകനെ? ഇസ്ഹാക്ക് പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇസ്ഹാക്ക് എങ്ങനെയാ അറിഞ്ഞത്? ദഹനബലിക്ക് ഇപ്പോൾ കയ്യിലുള്ളത് പോരാ, കുഞ്ഞാടില്ല, പിന്നെ എങ്ങനെയാ ബലി അർപ്പിക്കാൻ പോകും? തീയും വിറകും ഒക്കെ കത്തിയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞാടെവിടെ? അപ്പോൾ ഇസ്ഹാക്കിന് പോലും അറിയാം എന്തൊക്കെ വേണം ഒരു ബലി അർപ്പിക്കാൻ. എങ്ങനെയാ ബലി അർപ്പിക്കേണ്ടതെന്ന് ഇസ്ഹാക്കിനറിയാം. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്കറിയാമോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാ ദൈവത്തോട് അടുക്കേണ്ടത്? ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹാം, അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാക്ക് ചെറുപ്പത്തിലെ തന്നെ ബലിയർപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയാം, ആരാധിക്കേണ്ടത് എങ്ങനെയെന്നറിയാം. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, പിതാവേ, വിറകും കത്തിയും തീയും എല്ലാം ഉണ്ടല്ലോ, ബലി വസ്തു എവിടെ? ഉടനെ അബ്രാഹാം പറയുവാണ്, അവൻ മറുപടി പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട എന്നല്ല പറഞ്ഞത്. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും, ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞു. അടുത്തത്, ആരാധിക്കാൻ അവരൊന്നിച്ച് മുന്നോട്ട് പോയി. എങ്ങനെ പോയി? അവർ ഒന്നിച്ച്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും ധ്യാനവും ദൈവാരാധനയൊക്കെ ഉള്ള സ്ഥലത്ത് സമയം കിട്ടുമ്പോൾ, സ്കൂൾ അടയ്ക്കുമ്പം, ലീവൊക്കെ ഉള്ളപ്പം ഒന്നിച്ചൊന്ന് പോകണം, ഒന്നിച്ചു പോയി ആരാധിക്കണം. ബലിപീഠം അവിടെ പണിതു, വിറകടുക്കി വച്ച് ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. ഞാനിത് പറയുന്നത്, അബ്രാഹാം ഒരു ബലിപീഠം പണിതു. നിങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ എല്ലാ ദിവസവും 5:30 ആ സമയമാകുമ്പോൾ 5-10 മിനിറ്റ് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു യാഗപീഠം പണിയലാണ്. നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു യാഗപീഠം പണിയുവാണ്. അങ്ങനെ പണിതു, യാഗപീഠം പണിത ഈ അബ്രാഹത്തിൻ്റെ മകൻ കഴുകനെ പോലെ ചിറകടിച്ചുയർന്നു. ഇതെവിടെ എഴുതിയിട്ടുണ്ട്? 26 അധ്യായം, ഉൽപ്പത്തി 26 അധ്യായം 12 വാക്യം വായിച്ചേ. ഇസ്ഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ക്രമേണ അവൻ സമ്പന്നനായി എന്നല്ല, അവൻ വലിയ സമ്പന്നനായി മാറി. പ്രാർത്ഥനയുടെ യാഗപീഠം പണിത അബ്രാഹത്തിൻ്റെ മകൻ കഴുകനെ പോലെ ചിറകടിച്ചുയർന്നു. ആ വീട്ടിൽ തകർന്നു എന്നാണോ എഴുതിയിരിക്കുന്നത്? വഴിതെറ്റിപ്പോയി എന്നാണോ? കൂട്ടുകാരോടൊത്ത് എവിടെയോ പോയി എന്നാണോ? എന്തൊക്കെയോ അങ്ങ് ജീവിച്ചു പോവുക, എൻ്റെ മകനെ ഓർത്ത് എനിക്ക് ഭയങ്കര ദുഃഖമാണെന്നാണോ അബ്രഹാം കരഞ്ഞത്? അല്ല, ദൈവം അവനെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനായി മാറി. തൊട്ടു താഴെ എഴുതിയിട്ടുള്ളത് എന്നാണെന്നറിയാവോ? അവൻ്റെ ഉയർച്ചയിൽ മറ്റൊരാൾക്ക് അസൂയയുണ്ടായി എന്ന്. അവന് 14 വാക്യം, അവന് ധാരാളം ആടുമാടുകളും പരിചാരകരുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി.
ഭയങ്കര വിഷമം തോന്നി. അപ്പം മറ്റൊരാൾക്ക് അസൂയ തോന്നത്തക്ക വിധം ഈ വ്യക്തിയെ ദൈവം കഴുകനെ പോലെ ചിറകടിച്ചുയർത്തി. പ്രാർത്ഥനയുള്ള മാതാപിതാക്കളോട് പറയാം, 5-10 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയല്ല, എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ യാഗപീഠം പണിയണം, ഭവനത്തിൽ പണിയണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ആരാധനയ്ക്ക് പോകണം. ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചുവോ, മനസ്സിൽ കുറിച്ചിട്ടോ, അങ്ങനെ മുടങ്ങാതെ ചെയ്താൽ നിങ്ങളുടെ മക്കൾ വചനം പറയുന്നത് പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 14-ാമത്തെ ദിവസമാണ്. പ്രാർത്ഥനയുടെ യാഗപീഠം പണിയണം. ദൈവം അനുഗ്രഹിച്ചോളും. ഇതൊക്കെ ഒരു ഉത്തരവാണ്. ഇതൊക്കെ ഒരുപാട് പേരുടെ പ്രശ്നത്തിനൊരു ഉത്തരവാണ്. ഇതൊക്കെ ചില പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. ഇതൊക്കെ പിന്നീട് ഗുണം ചെയ്യുന്നതാണ്. ഇത് ഗുണകരമാകുന്നതാണ്, പ്രയോജനപ്പെടുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ആലയത്തിലേക്ക് ഏകദേശം പേര് വെച്ച് നോക്കുവാണെങ്കിൽ 50,000-ഓളം കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിനാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്. ഇവരെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് തന്നത് ദൈവമാണ്. ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെയാണ്. ഇത് ഞങ്ങളുടെ കഴിവോ യോഗ്യതയല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സഭാവ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടെ സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, ഇത് വേറൊന്നും പറയാനില്ല, ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒറ്റ ഉദ്ദേശമുള്ളൂ ഇതിനകത്ത്. അത് ഒരാൾ നല്ലൊരു നാളേക്ക് വേണ്ടി ഒരാളെ ഒരുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചിട്ടുള്ള ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഈ അൾത്താരയിലുള്ള പേരുകൾ അവരെല്ലാം ഓർത്ത്, പേരുകളെല്ലാം ഓർത്ത് ദൈവമേ അങ്ങയുടെ തൃക്കരങ്ങളിൽ കേൾപ്പിക്കുന്നു, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ അവരെ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നാളെ സമാപന ദിവസമാണ്, ശനിയാഴ്ച ദിവസം 15-ാം തീയതി. പ്രിയപ്പെട്ടവരെ, 15-ാം തീയതി സമാപന ദിവസമായാലും ഈ പ്രാർത്ഥന നിർത്തില്ല. കാരണം ഇത് 15 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയായിട്ടല്ല, കുറച്ച് നാളുകൾ, ഒരു മാസത്തോളം ഈ അൾത്താരിൽ തന്നെ വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ടേ ഇവിടുന്ന് എടുത്ത് മാറ്റത്തുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. എല്ലാത്തരം തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വസ്ഥത നൽകണമേ, സമാധാനം നൽകണമേ. കുടുംബത്തെ, മക്കളെ അനുഗ്രഹിക്കണമേ. അവർക്ക് ദൈവാനുഗ്രഹത്തിൽ അവർ വരുന്നത് കാണാനിടയാകണമേ. ഞങ്ങളുടെ കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റണമേ. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗം സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണമേ. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ കൈവിടരുതേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെ കൈവിടരുതേ. അങ്ങ് അനുഗ്രഹിച്ചുയർത്തണമേ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന അനുഭവം ഉണ്ടാകണമേ. ദൈവനാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ സമാപന ദിവസമാണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പറഞ്ഞ ഡേറ്റിൻ്റെ പ്രത്യേകം ഓർക്കുക. ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ.